ശ്രീ ചാൾസ് ജോർജ് സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി യൂണിയൻ നേതാവാണല്ലോ. എത്ര കാലമായി അങ്ങ് ഈ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി ശബ്ദിച്ചുകൊണ്ടിരിക്കുന്നു? ഓരോ കാലത്തും ഓരോ പ്രശ്നങ്ങളാണ്. ചില സമയത്ത് വറുതിക്കാലമാണ്, ചില സമയത്ത് അത് വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളായിരുന്നു. പക്ഷേ ഇപ്പോഴിതാ പോയ മത്സ്യത്തൊഴിലാളികൾ തിരിച്ചെത്തിയിട്ടില്ല എന്ന വിഷയമാണ്. ഇന്നിപ്പോൾ ഷിജിന്റെ ഭാര്യ പെരുമഴയത്ത് 2 കുഞ്ഞുങ്ങളുമായി നടു റോട്ടിൽ കുത്തിയിരുന്ന് നടത്തിയ പ്രതിഷേധം നമ്മൾ കണ്ടല്ലോ. ആ സമയത്ത് ആ കുഞ്ഞുങ്ങൾക്കൊരു കുട വെച്ചു കൊടുക്കാൻ വേണ്ടി ഞങ്ങളുടെ റിപ്പോർട്ടർ തന്നെ ഒന്ന് ശ്രമിച്ചു. അവർ ആ കുട തട്ടിക്കളഞ്ഞു. മഴ നനയട്ടെ, ഈ മഴ നനയുന്നത് കാണാതായ അച്ഛൻ തിരിച്ചു വരുന്നതിനുള്ള മറുപടി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണെന്നാണ് അമ്മ പറയുന്നത്. അവിടെ കോസ്റ്റൽ പോലീസ് വട്ടത്തിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അവരോട് ഞങ്ങളുടെ റിപ്പോർട്ടർമാർ ചോദിക്കുന്നുണ്ട്, എന്താണ് നിങ്ങൾ പ്രതികരിക്കാത്തത്? അവരെ ഒന്ന് ഇവിടുന്ന് എഴുന്നേൽപ്പിക്കണ്ടേ? ഈ മഴ നനയാതെ ഇവരോട് മാറി നിൽക്കാൻ പറയണ്ടേ? പരിശോധിക്കാം, തിരച്ചിൽ നടത്താമെന്ന് പറയണ്ടേ? അപ്പോൾ അതും ആ ഒരു ചോദ്യത്തിന് പോലും മറുപടി പറയാതെ നിൽക്കുന്ന കോസ്റ്റൽ പോലീസിനെയാണ് കണ്ടത്. പിന്നീട് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരെത്തിയ ശേഷം അദ്ദേഹം പറയുന്നു, ഒരു ഫാദർ വരാൻ പോകുന്നു, ഫാദർ അവരെ അനുനയിപ്പിക്കും, അതിനുശേഷം കാര്യങ്ങളിലേക്ക് പോകുന്നു. അതുവരെ ഒരക്ഷരം മിണ്ടിയിട്ടില്ല. ഇങ്ങനെ നിർവികാരമായി നിൽക്കുന്ന ഒരു സംവിധാനമാണോ കോസ്റ്റൽ പോലീസായിട്ട് വേണ്ടത്, ശ്രീ ചാൾസ് ജോർജ്? നിങ്ങൾ പറഞ്ഞല്ലോ, കടലിൽ കെടുകാര്യസ്ഥത കാണിക്കേണ്ട. കടലിലല്ല കെടുകാര്യസ്ഥത പ്രതി, കരയിലാണ് കെടുകാര്യസ്ഥത. ഇത് ആദ്യത്തെ അനുഭവമല്ല നമ്മുടേത്. ഇപ്പോൾ മുതലപ്പുഴയിൽ കാലാവസ്ഥ മോശമാണ്. കാലാവസ്ഥ മോശമല്ലാത്ത സമയത്ത് 82 മനുഷ്യജീവിതങ്ങൾ പൊഴിഞ്ഞിരിക്കണം അവിടെ. അതിന് ആരുത്തരം പറയും? ഒന്ന്, ഈ കാര്യത്തിൽ 3 കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തേ പറ്റൂ. ഒന്ന്, കേരളം മാറിയിരിക്കുകയാണ്. അതാണ് ആദ്യത്തെ വിഷയം. അതായത് 2017 ഓഖി സംഭവിച്ചു. ഓഖിയിൽ കൊച്ചിയിൽ നിന്ന് പോയ 6 ബോട്ടുകൾ മുങ്ങിപ്പോയി. 67 മനുഷ്യരതിനകത്ത് മുങ്ങിക്കിടക്കണം കടലിപ്പോഴും. ഒറ്റ ബോഡി കിട്ടിയിട്ടില്ല. ആർക്കും ഉത്തരവാദിത്വം? പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് വന്ന് ഞങ്ങളോട് പറഞ്ഞ് എല്ലാവരും ഞങ്ങൾ രക്ഷിക്കും, തിരിച്ചു കൊണ്ടിരുന്നു. ഒരാളെയും കൊണ്ടുവന്നിട്ടില്ല. 9 വർഷം കഴിഞ്ഞിരിക്കുന്നു. 8 വർഷം മുമ്പ് വലിയ പ്രളയം വന്നില്ലേ? അന്ന് 660 വഞ്ചികളിൽ ഞങ്ങൾ രക്ഷാപ്രവർത്തനത്തിന് പോയി 65,000 മനുഷ്യരെ സംരക്ഷിച്ചു. അങ്ങനെ ആ പേര് വന്നത് സെക്കൻഡ് ലൈൻ ഓഫ് ഡിഫൻസ് എന്ന പേര് ഞങ്ങൾക്ക് വന്നത്. അത് ഞങ്ങളുടെ അഭിമാനമാണ്. പക്ഷേ 3 കാര്യങ്ങൾ ചർച്ച ചെയ്യണം. ഒന്ന്, നമ്മുടെ ക്ലൈമറ്റിൽ വരുന്ന മാറ്റം. ഓക്കിക്ക് ശേഷം ഗജ, ക്യാർ, വായു, നിസർഗ, ഉംഫൻ, ടൗട്ടെ, ഒന്നിനു പുറകെ ഒന്നായി കാലാവസ്ഥയിലെ മാറ്റം കേരളത്തിൽ വന്നിരിക്കുകയാണ്. കൊടുങ്കാറ്റുകൾ വരികയാണ്. ഇത് 3 രീതി നമ്മളെ ബാധിക്കും. ഒന്ന്, കടലിൽ മീൻ പിടിക്കാൻ പോകുന്നവർ മറിഞ്ഞു പോകുന്നു, മരണപ്പെടുന്നു. 2, തീരത്തേക്ക് കടൽ കയറി വരുന്നു. 3, മത്സ്യമില്ലാതെയാകുന്നു. നോക്കൂ, അടുത്ത സെപ്റ്റംബർ മുതൽ ഡിസംബർ വരെ ഒരു മീൻ നമുക്ക് കിട്ടില്ലെന്നാണ് റിപ്പോർട്ട്. അടുത്ത പുതിയ രൂപത്തിലുള്ള സൂപ്പറായിട്ടുള്ള കാലാവസ്ഥ മാറ്റം വരാൻ പോവുകയാണ്. എവിടെ പോയി ജീവിക്കും? ഈ കാലാവസ്ഥ. രണ്ടാമത്തെ വിഷയം, കേരളത്തിലെ സംവിധാനം. ഇത് ഇപ്പോൾ കൊച്ചിയിൽ നല്ല മഴയാണെങ്കിൽ തിരുവനന്തപുരത്ത് അടുത്ത മഴയായിരിക്കും. ഈ ക്ലൈമറ്റ് പ്രവചനം അത് കൃത്യമാക്കിയേ പറ്റൂ. അതായത് അത് ചുരുങ്ങിയ പക്ഷം സോണൽ അടിസ്ഥാനത്തിൽ മാറ്റിയേ പറ്റൂ. ലോകം മുഴുവൻ മാറിപ്പോയില്ലേ? കാലാവസ്ഥ നിരീക്ഷണത്തിലൊക്കെ വലിയ മാറ്റം വന്നു. ആ മാറ്റം നമ്മൾ അറിഞ്ഞിട്ടില്ലെന്നാണ് പറയുന്നത്. 2, 3, നമ്മുടെ സംവിധാനങ്ങളെ കുറിച്ച് പറഞ്ഞാൽ ഞങ്ങൾക്ക് സങ്കടം വരും. കാരണം എന്തിനാണ് കോസ്റ്റൽ പോലീസ്, മറൈൻ എൻഫോഴ്സ്മെൻറ്റ്, മറ്റേ കോസ്റ്റ് ഗാർഡ്, നേവി, ഇവർക്കൊക്കെ ഒരുപാട് ഉപകരണമുണ്ടല്ലോ. നമ്മുടെ മുഖ്യമന്ത്രി വിനോദയാത്രയ്ക്ക് പോകുന്ന, അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഗൂഢാന്വേഷണത്തിന് പോകുന്ന ഹെലികോപ്റ്റർ എന്തിനു വെച്ചിരിക്കണം അവിടെ? തിരുവനന്തപുരത്തിലിരിക്കുന്നത് 80 ലക്ഷം നമ്മൾ കൊടുക്കുന്നില്ലേ? എന്തിനാണ് കൊടുക്കുന്നത്? അപ്പോൾ അതൊക്കെ നമ്മുടെ സംവിധാനത്തിൻ്റെ കെടുകാര്യസ്ഥതയാണ്. ഞാൻ പറയാൻ പോകുന്നത് ഈ സംവിധാനങ്ങളൊക്കെ എന്തിനാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? കോസ്റ്റൽ പോലീസിൻ്റെ കാര്യം പറയട്ടെ. കഴിഞ്ഞ 2 ആഴ്ച മുമ്പാണ് കൊച്ചിയിൽ 2 പേര് മരിച്ചത്. എവിടെയാണ്? പുതുവൈപ്പിൽ 2 പേര് മരിച്ചു, മുങ്ങി മരിച്ചു. നല്ല കഴിവുള്ള തൊഴിലാളികളാണ്. അവർ LNGയുടെ മതിൽ തട്ടിയാൽ മരിച്ചത്. അവർ രക്ഷിക്കാൻ ആരും മത്സരാളികൾ രക്ഷ. അതാണ് ഞങ്ങളുടെ അവസ്ഥ. ഒന്ന്. രണ്ടാമത്തെ വിഷയം, എന്താണ് കോസ്റ്റൽ പോലീസിൻ്റെ പരിപാടി എന്ന് അറിയുമോ? ഈ മത്സരാളി മീൻ പിടിക്കും, ആ വല മുഴുവൻ എടുത്തുകൊണ്ട് പോകും. ഞങ്ങൾ ചെല്ലുമ്പോൾ വല പോലീസുകാർക്കിൽ വിട്ടിട്ടുണ്ടാവും. പോലീസുകാരൻ തന്നെ അഴിമതി നടത്തുന്നവർക്ക് അഴിമതി കസ്മാവസ്ഥാനം. ഞാൻ മന്ത്രിക്ക് കഴിഞ്ഞ ആഴ്ച പരാതി അയച്ചിരിക്കുകയാണ്. മന്ത്രി പറഞ്ഞു നമുക്ക് അടുത്ത ആഴ്ച വിളിക്കാമെന്ന്. 2 മാസം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെല്ലാം വിശ്വാസത്തിലെടുക്കേണ്ടത്, ഞങ്ങളെല്ലാം ചർച്ച ചെയ്യേണ്ടത്. കേന്ദ്ര സർക്കാർ അങ്ങനെ ജനവിരുദ്ധമായ നയങ്ങളോടും നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. ഈ കാലത്ത് ഞങ്ങളുമായി ചർച്ച ചെയ്ത് കൃത്യമായ പരിഹാരം ഉണ്ടാക്കണം. അതിന് പകരം സർക്കാർ പഴയ മട്ടിൽ പോയാൽ പറ്റില്ല. പഴയ കാലമല്ല ഇത്, പഴയ മറ്റുള്ള മത്സരാളികളുമല്ല. ജോണിൻ്റെ മകൾ വളരെ കൃത്യമായ ഉത്തരം പറഞ്ഞിട്ടില്ല നമ്മളോട്. ആ ഉത്തരവാണ് നമ്മൾ തേടേണ്ടത്. നമ്മുടെ കാര്യക്ഷമതയെക്കുറിച്ചാണ് ഞങ്ങൾക്ക് ഉന്നയിക്കാനുള്ളത്. ആ കാര്യക്ഷമത ഇല്ലായ്മയാണ് ഞങ്ങൾക്ക് പ്രതിഷേധവും. തീർച്ചയായും. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.